നമസ്കാരം, മദർ യൂണിവേഴ്സിറ്റിക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണ്, പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന ബ്ലെസ്സിങ് എന്താണ്. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ എനർജി എടുക്കാം. 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് സോഡ്, 5 ഓഫ് കപ്പ്, ക്യൂൻ ഓഫ് വാണ്ട്. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡാണ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് കിങ് ഓഫ് സോഡാണ്. ഇന്നേ ദിവസം പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ യുക്തിപരമായി ചിന്തിക്കുക. ഇമോഷണലായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇരിക്കാൻ പാടില്ല. നിങ്ങൾ യുക്തിപരമായി ചിന്തിച്ച് ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ആക്ഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, എനിക്ക് വിഷമമാകുമല്ലോ, അവർക്ക് വിഷമമാകുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാര്യങ്ങളെ ഇമോഷണലായിട്ട് വിലയിരുത്താൻ അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ട് കൈകാര്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് മുന്നോട്ട് പോകുന്നതിൽ പരാജയമായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം നിങ്ങളുടെ ചുറ്റും വരുന്ന ഏതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനെ വിഷമപരമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങളുമായി ബന്ധപ്പെടുത്തി നിങ്ങളത് എടുക്കാതെ യുക്തിപരമായിട്ട് സ്വീകരിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ഒരു ക്യൂനിനെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു ക്യൂൻ തൻ്റെ അധികാരങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയും തൻ്റെ പ്രവർത്തനങ്ങളിൽ ശോഭിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് സഹായമാകുന്നതിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്നതായിട്ട് ഇവിടെ കാണാം. തൻ്റെ ഉള്ളിലുള്ള എനർജിയെ വർദ്ധിപ്പിക്കുകയും വളരെ സന്തോഷത്തോടു കൂടിയും മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്ന ഒരു ക്യൂനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കും നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്നാണ് പറയുന്നത്. അപ്പം ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും വളരെ ഫ്രീയോടുകൂടി ഒരു പൂച്ച കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ആ പൂച്ച എന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്ന ഒന്നാണ് അല്ലെ. സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാതെ നമ്മുടെ മനസ്സിനെ കെട്ടിയിട്ട് അത് നീ ചെയ്യാൻ പാടില്ല, ഇത് നീ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ച് നിൽക്കരുത്. നിങ്ങൾക്ക് കൃത്യമായി വ്യക്തതയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തീരുമാനമെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഗോളുകളെ സെലക്ട് ചെയ്യുന്നതിന് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ വർദ്ധിപ്പിക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് സോഡിനെ പോലെ തന്നെയാണ് ക്യൂൻ ഓഫ് സോഡും സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഇന്ന് അധികാരത്തോടു കൂടി ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ അവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിലായിരിക്കും. അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളുടേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾക്ക് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന, ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. സാമ്പത്തിക ഗ്രോത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പരമായിട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില ആക്ഷനുകൾ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഒക്കെ ചില നഷ്ടപ്പെട്ടതിന് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ബ്ലെസ്സിങ്ങിനെ കൂടി മനസ്സിലാക്കിയാണ് നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നതെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലൂടെ ആയിരിക്കും ഇന്നേ ദിവസം നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളും വിഷമങ്ങളും എല്ലാം നിങ്ങൾ മാറ്റി നിർത്തി നിങ്ങൾക്ക് വരാനിരിക്കുന്നതായിട്ടുള്ള ബ്ലെസ്സിങ്ങിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, 5 ഓഫ് കപ്പിൻ്റെ എനർജി മാത്രമാണ് നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ തേടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്. 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, വളരെ ശക്തിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു 9 ഓഫ് പെൻറ്റിക്കിളാണ്. ഒരു അബൻഡൻസ്, ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. വളരെ സന്തോഷത്തോടു കൂടി ഒരു ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായി കാണും. അത് ചില വ്യക്തികളായിരിക്കാം, ചില ജോലികളായിരിക്കാം, സാമ്പത്തിക ഗ്രോത്ത് ആയിരിക്കാം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ആ ഒരു എനർജിയിലൂടെ ആയിരിക്കും ഇന്ന് കടന്നു പോകുന്നത്. ഓക്കെ, പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി 8 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു ഉയർച്ച ലഭിക്കുന്നു, അല്ലെങ്കിൽ സാലറി നിങ്ങൾക്ക് കൂട്ടി ലഭിക്കുന്നു. അങ്ങനെയുള്ള ഒരു എനർജി, ഒരു വലിയ മാറ്റത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങൾ നിന്നിരുന്ന ആ ഒരു പൊസിഷനിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം ലഭിക്കുന്നുണ്ട്. ഓക്കെ, സാമ്പത്തിക ഗ്രോത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഉദ്യോഗ കയറ്റത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളെ മാറ്റിക്കൊണ്ടായിരിക്കാം. നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കുന്നു, ഒരു ഗ്രോത്ത് ലഭിക്കുന്നു. നിങ്ങൾ ഇത്രയും നാൾ എഫേർട്ട് ഇട്ടിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നു. നിങ്ങളുടെ വാക്കുകളെ മറ്റുള്ളവർ മാനിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പ്ലീസ് കിഡ്മി മദർ യൂണിവേഴ്സ്. 5 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്?
5 ഓഫ് കപ്പിൻ്റെ എനർജി സൂചിപ്പിക്കുന്നു ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആ അവസാനിച്ച കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ചില കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഓക്കെ, നഷ്ടപ്പെട്ടിരിക്കുന്നത് നമുക്ക് നല്ലൊരു വഴിത്തിരിവിന് വേണ്ടിയിട്ടാണെന്നുള്ള മനസ്സിലാക്കി നമുക്ക് റീബർത്ത് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം, സ്റ്റക്കായി നിൽക്കരുത്, മുന്നോട്ട് പോകണമെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു റീബർത്ത് ഉണ്ട് എന്നുകൂടി കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെരിമി മദർ യൂണിവേഴ്സ് ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് കെരിമി മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജിയാണ് നൽകിയിരിക്കുന്നത്. ഗുഡ് ലക്കാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഫ്രീ വീലാണ് ഈ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഒരു നാണയത്തിൻ്റെ 2 വശം പോലെ. നിങ്ങളിപ്പോൾ ദാരിദ്ര്യമോ വിഷമമോ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറ്റൊരു വശം ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും വരുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ലൈഫ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഒരു സൈക്കിൾ അവസാനിക്കുകയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇത്രയും നാൾ നിങ്ങൾ നല്ല പെയിൻ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പെയിൻ സിറ്റുവേഷൻ മറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ലക്കിൻ്റെ ടൈമാണ് വന്നിരിക്കുന്നത്. ക്യൂൻ ഓഫ് വാണ്ടായി മാറുകയാണ്. നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ടും നിങ്ങളുടെ ഇന്നർ ശക്തിയെ പുറത്തു കൊണ്ടുവന്നും അധികാരത്തിലും ഉയർത്തെഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു എനർജി ഇന്നേ ദിവസം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതിൽ ഓവറോൾ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഇമോഷണലായിട്ട് യാതൊരു കാര്യങ്ങളും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾ യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് ഈ അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ പാടായിരിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം ഓവറോൾ എനർജി സൂചിപ്പിക്കുന്നത് ഒരു കിങ് ഓഫ് സോഡിനെ പോലെ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളെയും വീക്ഷിച്ച് അതിൽ യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, പ്ലീസ് കെരിമി മദർ യൂണിവേഴ്സ്. ക്യൂൻ ഓഫ് സോഡും കിങ് ഓഫ് സോഡുമാണ് വന്നിരിക്കുന്നത്. അത് കുടുംബ ജീവിതങ്ങളിലാണെങ്കിലും ശരി തന്നെ, ഓഫീസുകളിലാണെങ്കിലും നമ്മുടെ ആക്ഷനെ കുറിച്ചിട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തെ എങ്ങനെ വിപുലീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മൾ എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് യുക്തിപരമായി ചിന്തിച്ച് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് പറയുന്നു. ഇന്നേ ദിവസം നിങ്ങൾ ഈ ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഇന്ന് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി നൽകുന്ന മെസ്സേജ് എന്താണ്, ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. പ്ലീസ് കെരിമി മദർ യൂണിവേഴ്സ്. ഈ എനർജിയിലായിരിക്കുന്ന എൻ്റെ വ്യൂസിന് എന്ത് ബ്ലെസ്സിങ് ആണ് ഇന്ന്, എന്ത് ഗൈഡൻസ് ആണ് എൻ്റെ വ്യൂസിന് ഇന്ന് പ്രപഞ്ചശക്തി നൽകുന്നത്? ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് സ്റ്റാറിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ബാലൻസിങ്ങിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഇമോഷണൽ കാര്യങ്ങളെയും ബാലൻസിങ്ങിൽ കൊണ്ടുവരിക. ഓക്കെ, ബാലൻസ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. അപ്പോൾ 2 കാര്യത്തെയും ഒരുപോലെ ബാലൻസിങ്ങിൽ കൊണ്ടുപോകണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാത്രിയുടെ ദൈർഘ്യം കൂടി പോയിക്കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പലതും ബാലൻസ് നഷ്ടപ്പെട്ടു പോകും അല്ലേ? അപ്പോൾ പ്രപഞ്ചം അത് വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മാനസികാവസ്ഥയും നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള അവസ്ഥകളും അത് ബാലൻസിങ്ങിൽ കൊണ്ടുപോകണമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് സ്റ്റാറിൻ്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായി അത് ബാലൻസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ സമാധാനത്തോടു കൂടി ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന പല കാര്യങ്ങൾക്കും, സൊല്യൂഷൻ കിട്ടാതിരിക്കുന്ന പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കിട്ടണമെങ്കിൽ 7 ചക്ര ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ ചക്രാസിനെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുക. ഓക്കെ, നമ്മുടെ ചക്രാസിനെ ഹീൽ ചെയ്യുന്നത് ചക്രാസ് ഓരോ ഗ്രന്ഥികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നമുക്കുണ്ടായിരിക്കുന്നതായിട്ടുള്ള എനർജി വേരിയേഷനെയൊക്കെ ബാലൻസിങ്ങിൽ കൊണ്ടുവരാൻ ഈ ചക്രാസിന് സാധിക്കും. അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ മെഡിറ്റേഷനിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ഉറപ്പാക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓവറോൾ എനർജിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സമാധാനത്തോടു കൂടി നിങ്ങളുടെ മാനസികാവസ്ഥയെ ബാലൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും, നേരത്തെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ യാഥാർത്ഥ്യമാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് കെരിമി മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. പുറമേ നിന്നും നിങ്ങൾക്കൊരു സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കും. അത് പ്രപഞ്ചശക്തിയിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ചില വ്യക്തികളിൽ നിന്നായിരിക്കും. അത് നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുവരുമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ സ്ട്രോങ് ആക്കുക. ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കായിട്ട് തന്നെ മുന്നോട്ട് പോകുക. മറ്റെന്തെങ്കിലും പ്രേരണയാലോ മറ്റാരുടെയെങ്കിലും വാക്കുകളാലോ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ മാറ്റിമറിക്കാതിരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും സക്സസ് നേടണമെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയം ഉണ്ടായിരിക്കണം. ചില കാര്യങ്ങളിൽ നിശ്ചയത്തോടു കൂടി
പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഏസ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറമേ നിന്നും പ്രപഞ്ചശക്തിയിൽ നിന്നും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിലെ മാനസികമായും ശാരീരികമായുമുള്ള ധൈര്യത്തെ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു കോൺഫിഡൻസ് നൽകുവാൻ ഇത് സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന ഈ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഒരു വിത്താണ്. ആ വിത്തിനെ നമ്മൾ സൂക്ഷിക്കണം. ആ സൂക്ഷിച്ച് നമ്മൾ ഇടേണ്ട നിലത്ത് തന്നെ ഇടണം. അല്ലാതെ പക്ഷെ നമ്മൾ പാറപ്പുറത്ത് കൊണ്ടുവന്ന് വിത്ത് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും ആ വിത്ത് കിളിക്കുകയില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഈ വിത്ത് നമ്മൾ മുൾച്ചെടികളുടെ ഇടയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ആ മുൾച്ചെടിയിലൂടെ അത് വളർന്നു വരുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. നമുക്ക് അതിനെ ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ആ വിത്തിന് വളരുവാൻ സാധിക്കാത്ത അവസ്ഥകൾ വരും. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നതായിട്ടുള്ള വിത്ത് ബ്ലെസ്സിങ്, യൂണിവേഴ്സിൻ്റെ ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ആ സപ്പോർട്ട് സക്സസ് ആകുന്ന സപ്പോർട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ നിങ്ങൾ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ ഒരു വിത്തിനെ സൂക്ഷിക്കണം. ഒരു കർഷകൻ എങ്ങനെയാണോ തനിക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു വിത്തിനെ സംരക്ഷിച്ച് അതിന് വേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് കളകളെല്ലാം പറിച്ച് അതിന് വെയിലത്തും മഴയത്തും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ് നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, നമുക്ക് കിളിർത്ത് വരുന്നതായിട്ടുള്ള നമ്മുടെ ബ്ലെസ്സിങ് നഷ്ടപ്പെട്ടു പോകുക. അപ്പോൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളതിനെ താങ്ങി നടത്തണം, അല്ലെങ്കിൽ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവസരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരും, നമ്മളെ സഹായിക്കാൻ പല വ്യക്തികളും വരും. അപ്പോൾ അതുള്ളത് കൊണ്ട് നമ്മൾ അലക്ഷ്യമായി ഇരിക്കാതെ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യമില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമാകും അല്ലേ. ഒരു കുഞ്ഞ് വയറ്റിൽ ജനിച്ചു കഴിഞ്ഞിരുന്നാൽ തന്നെയും ആ കുഞ്ഞിനെ നമ്മൾ സംരക്ഷിച്ച് 9 മാസവും അതിനെ സംരക്ഷിച്ച് പുറത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ ആഹാരങ്ങളാണെങ്കിലും നല്ല ആഹാരങ്ങൾ കഴിച്ചിട്ടാണെങ്കിലും നമ്മൾ കുണ്ടും കുഴിയൊക്കെ അവോയ്ഡ് ചെയ്ത് വളരെ ശ്രദ്ധിച്ചുമൊക്കെ മുന്നോട്ട് പോകണം. ഇല്ലാത്ത പക്ഷം നമുക്ക് ആ കുഞ്ഞിനെ കിട്ടത്തില്ല അല്ലേ, ആ കുഞ്ഞ് നഷ്ടമായി പോകും. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളെ നിങ്ങൾ നഷ്ടമാക്കി കളയരുത് എന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് നൽകുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ചില സാഹചര്യങ്ങളെ വിട്ടുമാറണമെന്ന് നമുക്ക് പ്രപഞ്ചം നമ്മളെ ഒരുക്കി കഴിഞ്ഞാൽ അത് വിട്ടുമാറുക തന്നെ ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മളതിനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരും. അപ്പോൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. യൂണിവേഴ്സ് പറയുന്ന ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ മുന്നോട്ട് പോകുക. ഗ്രഹണം സംഭവിക്കും, ഇവിടെ ഗ്രഹണം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്രഹണം സംഭവിച്ചിരുന്ന് നിങ്ങൾ വിഷമിച്ച് അവിടെ നിൽക്കരുത്. അയ്യോ എനിക്ക് അന്ധകാരമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിച്ചിരിക്കരുത്. പക്ഷെ നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് ഒരുപാട് നീളത്തിനുള്ള യാതൊരു വഴിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ നിൽക്കുന്നതിൻ്റെ അടുത്ത ഒരു ചുവട് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെ ഒരു ചുവടെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ ചുവടുകൾ വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ ഗ്രഹണം മാറുമ്പോൾ നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ആ ഒരു നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ മടിച്ചു നിൽക്കുകയോ സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യരുത്. അവസരങ്ങളെ നിങ്ങൾ തേടിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേൾവി മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, 5 ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? 5 ഓഫ് വാണ്ടിൻ്റെ എനർജി നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കോൺഫ്ലിക്റ്റിനെ നിയന്ത്രിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. കാരണം പല വ്യക്തികളും നമ്മുടെ ഗ്രോത്തിനെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കില്ല. ഒരാൾ നന്നായി പോകുന്നത് വേറൊരാൾക്ക് എന്തായാലും കണ്ടുകൂടാ. ഒരു സഹോദരങ്ങൾക്ക് പോലും നല്ല രീതിയിൽ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് മറ്റൊരു സഹോദരർക്ക് കാണുന്ന അവസ്ഥയിലൂടെയല്ല ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പം ഒരാൾക്ക് ലോട്ടറി അടിച്ചു എവിടെയോ ഉള്ള ഒരാൾക്ക് ലോട്ടറി അടിച്ചെന്നും പറഞ്ഞിട്ട് നമുക്ക് ഒരു സങ്കടമോ വിഷമോ ഒന്നുമില്ല. എന്നാൽ നമുക്ക് പരിചയമുള്ള ഒരാളിന് അത് നമ്മുടെ ബന്ധുക്കളിൽ ആർക്കെങ്കിലും ലോട്ടറി അടിച്ചെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ജലസി ഫീലിംഗ് ഉണ്ടാവും അല്ലേ, ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോഴും പലപ്പോഴും ഏകദേശം ഒരു 70% ആൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു ജലസ് ഫീലിംഗ് വേറെ ആർക്കടിച്ചിരുന്നാലും അവനെ അടിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നൽ ബന്ധുക്കൾക്കൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലേ. അപ്പം നമ്മളുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് പല വ്യക്തികളും പല പ്രശ്നങ്ങളും തീർത്തന്നിരിക്കും. പക്ഷേ അതൊന്നും ഒരു നഷ്ടമായിട്ടോ അല്ലെങ്കിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല, എല്ലാവരും എന്നെ തടയുന്നു, എല്ലാവരും എന്നെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ തളർന്നു പോകരുത്. ഓക്കെ, നിങ്ങളെപ്പോഴും മുന്നോട്ട് പോകുക. കാരണം
കാരണം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മറ്റുള്ളവർ കല്ലെറിയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ അതും ഇതും പറയുകയോ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ ശരിയായ റൂട്ടിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പല വ്യക്തികളും നിങ്ങളെ കല്ലെറിയും. പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഫലമുള്ള വൃക്ഷങ്ങളിൽ മാത്രമാണ് കല്ലേറ് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും കല്ലെറിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ നിങ്ങൾ പോകുന്ന വഴികളുമായി ബന്ധപ്പെടുത്തി അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലൂടെ തന്നെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടാനുള്ള സമയമായി. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാക്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ പറയുന്നതായിട്ടുള്ള, നിങ്ങളെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളെ നോക്കി നിങ്ങൾ തിരിഞ്ഞു നിൽക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ അടുത്തിരിക്കുന്നു, നിങ്ങൾ മുന്നോട്ട് പോകുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു. ഓക്കെ, അപ്പം ഇതാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോ കാർഡ് പഠിപ്പിക്കുന്നുണ്ട്. ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.